കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്നേഹവന്ദനത്തെ പ്രാരംഭമായി ഓർപ്പിക്കുകയാണ്. തിരുവെഴുത്തുകൾ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശബ്ദം പലയിടങ്ങളിലും പ്രസരിച്ചിരുന്ന കാര്യങ്ങൾ, ജീവൻ, ഇതൊക്കെ അതിനകത്തുള്ളതാണ്. തിരുവെഴുത്തിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിലുണ്ട്. ആ തെറ്റിദ്ധാരണയിൽ കൂടെയാണ് നമ്മളെപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ദൈവത്തെ സ്പർശിപ്പാനോ കാണാനോ കേൾക്കാനോ അനുവാദം കിട്ടത്തില്ല. ദൈവത്തെ യഥാർത്ഥമായി നമുക്ക് കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. കാരണം നമ്മളെപ്പോഴും അജ്ഞതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാറാൻ മനസ്സ് വേണ്ട നമുക്കാണ്. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിലിരിക്കുന്ന ജനം വെളിച്ചം കണ്ടു. പക്ഷെ വെളിച്ചത്തിലേക്ക് പോകാൻ ആഗ്രഹമില്ലാത്തവർ ഇരുട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. അതുപോലെ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ഹെവൻലി മാസ്റ്റേഴ്സ് സ്പോട്ട് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ശുശ്രൂഷ ചെയ്യുകയാണ്. ഞാൻ ഒരു പ്രതിഫലം പോലും ആരിൽ നിന്ന് ആഗ്രഹിക്കാതെ കർത്താവിൻ്റെ മിനിസ്ട്രി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഞാനിത് ചെയ്യുമ്പോൾ കർത്താവ് എനിക്ക് തന്ന വെളിച്ചത്തെ മറ്റുള്ളവരിലേക്ക് ഞാൻ പകർന്നു കൊടുക്കുകയാണ്. നമ്മുടെ ഈ ക്രിസ്തീയ കോളത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ലോകമാണ്. പലരെയും കബളിപ്പിക്കുക എളുപ്പമാണ്. മതത്തിൻ്റെ പേരിൽ കബളിപ്പിക്കുന്നു, മതത്തിൻ്റെ പേരിൽ അവരെ ഹ്യൂമിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുന്നു, മനുഷ്യത്വമില്ല നശിപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ഇതിലാണ് ഒരു സിസ്റ്റത്തിലാണ് നമ്മളിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തെ രുചിച്ചറിയുവാൻ നമുക്ക് പറ്റാറില്ല. അങ്ങനെ ഇരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഗ്രേസ് എന്ന് പറയുന്ന വലിയൊരു മിനിസ്ട്രിയിലേക്ക് പോയത്. പക്ഷേ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോഴും അതിനകത്തുണ്ട്. ഞാൻ പറയട്ടെ, ഗ്രേസ് വന്നതിന് ശേഷമാണ് ഞാൻ വിശ്വാസി വന്നപ്പോൾ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിച്ച ദൈവാസന്മാർ. ഗ്രേസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ന്യായപ്രമാണ യുഗം കഴിഞ്ഞു, അത് യഹൂദന് കൊടുത്തതാണെന്നും ന്യായപ്രമാണ യുഗം കഴിഞ്ഞു എന്നൊക്കെ പഠിപ്പിച്ചത് ഗ്രേസ് വന്നതിന് ശേഷമാണ്. സ്ത്രീകൾക്ക് സമത്വം കൊണ്ടുവന്നത്, ശുശ്രൂഷിക്കാൻ ഇന്ന് സ്ത്രീകൾ എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിൽ, പാട്ട് പാടാൻ ഉൾപ്പെടെ എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഗ്രേസ് കൊണ്ടുവന്ന റവല്യൂഷനാണ്. ആഭരണമിടാൻ നിങ്ങൾക്ക് സഭയെ പറ്റുന്നെങ്കിൽ ഗ്രേസ് കൊണ്ടുവന്ന റവല്യൂഷനാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്ത്രമിടാൻ പറ്റുന്നെങ്കിൽ ഗ്രേസ് എന്ന റവല്യൂഷനാണ്. കാരണം പണ്ട് യക്ഷികളെ പോലെ വെള്ളം മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഗ്രേസ് എന്ന റവല്യൂഷനിൽ പല കാര്യങ്ങൾ നടന്നിട്ടും അവർ കൃപയെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിന്നും പള്ളിയിൽ പോയി ആരാധിക്കുന്നത് എത്ര കണ്ണുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ വേണ്ടാതനം ചെയ്തിട്ട് വീണ്ടും ദൈവത്തിന് മുമ്പേ ചെന്ന് വിളിക്കുമ്പോൾ ദൈവം നിങ്ങളെ കൃപയോടെ ചേർത്ത് നിർത്തിയിട്ട് ആ കൃപ വേണ്ടെന്ന് പറഞ്ഞ് തട്ടിക്കളയുകയാണ്. കൃപ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അങ്ങനെ പറഞ്ഞു വരുത്തുന്നവരാണ് യഥാർത്ഥത്തിൽ പാപം ചെയ്യാൻ ലൈസൻസ് കൊടുക്കുന്നവർ എന്ന് പറഞ്ഞ് ഞാൻ ആ വിഷയം വിടുകയാണ്. നമ്മളെല്ലാം ദൈവത്തെ രുചിച്ചറിയാൻ വേണ്ടി ചർച്ചുകളിലും പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ പോകുന്നവരാണ്. ദൈവത്തെ രുചിച്ചറിയാൻ അവിടെ ഒന്നും പോവേണ്ട ആവശ്യമില്ല. ദൈവത്തെ രുചിച്ചറിയാൻ ഇവിടെ ഒന്നും പോയി ഇരുന്നാൽ നിങ്ങൾ നടക്കത്തില്ല. കാരണം ഞാനൊക്കെ വിശ്വാസത്തിൽ, പെന്തക്കോസ്ത് വിശ്വാസത്തിനകത്ത് വന്നപ്പോൾ ദൈവത്തെ രുചിച്ചറിയാൻ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. അപ്പോൾ ഞാനൊരു ദൈവാസം പ്രസംഗിക്കുന്നിട്ട് എങ്ങനെയാണ് രുചിച്ചറിയുന്നത്? മുറിയടച്ച് പ്രാർത്ഥിക്കുമ്പോൾ മുറിയടച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് പ്രിവിലേജ്, ദൈവത്തിൽ നിന്ന് ഒരു ബ്ലെസ്സിങ് കിട്ടുമ്പോൾ നിങ്ങൾ ദൈവത്തിനെ രുചിച്ചറിയാൻ പറ്റുമെന്ന്. പക്ഷേ ഒരിക്കലും അതൊക്കെ ബ്ലണ്ടറാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താത്ത ഒന്നും നിങ്ങൾക്ക് യഥാർത്ഥമല്ല. ഞാൻ പറയട്ടെ, ദൈവത്തെ എങ്ങനെയാണ് രുചിച്ചറിയുന്നത് എങ്കിൽ നമ്മൾ ഉടനെ നമ്മുടെ ചിന്ത എപ്പോൾ പോകുമെന്നറിയാവോ? ഒരു മുറിയിലകത്ത് കയറി കഥ കടച്ച് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് കുറേ ആവശ്യങ്ങൾ അങ്ങ് നിരത്തി പറയുകയും ദൈവത്തെ പാട്ടുപാടി സ്തുതിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ രുചിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. ഒരിക്കലുമല്ല. നമ്മളത് പ്രാർത്ഥിക്കുന്ന ഒരു മെത്തേഡിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സുഖം കിട്ടും. അല്ലാതെ വേറെ ഒന്നും നടക്കത്തില്ല. അവിടെ നമ്മളൊരു പോസിറ്റീവ് തിങ്കിങ്ങിലേക്കാകും എന്ന് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. വേറെ ഒന്നും അവിടെ സംഭവിക്കത്തില്ല. യഥാർത്ഥത്തിൽ
ദൈവത്തെ രുചിച്ചറിയുക എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന കീർവാഹ് എന്നാണ് ഹീബ്രു ബൈബിളിനകത്ത് കൊടുത്തിരുന്നത്. കീർവാഹ്. നിങ്ങൾ കീർവാഹ് എന്ന് ഗൂഗിളിനകത്ത് KEER, ഞാനതിനകത്ത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. കീർവാഹ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നും കൊടുത്തിട്ടുണ്ട്. ഇൻറ്റിമസിയാണ്, കമ്പാഷനാണ്. അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങളൊരു മുറിക്കകത്ത് കയറി പ്രാർത്ഥിച്ചാലോ കൈയടിച്ചാലോ ഒന്നും ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊന്നും എക്സ്പീരിയൻസറല്ല, ഇതൊക്കെ യഥാർത്ഥത്തിൽ മതത്തിൻ്റെ സ്വഭാവങ്ങളാണ്. ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഈ ചെറിയൊരു ലൈവിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് വലിയൊരു സബ്ജക്റ്റാണ്, പക്ഷേ ഇതെനിക്ക് ഒരു ചെറിയ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഭാഗം ഞാൻ പറഞ്ഞുതരാം, ഒരു സെല്ലിൻ്റെ അത്രയുള്ളൊരു ഭാഗം. ഇൻറ്റിമസി എന്ന വാക്കിനർത്ഥം കീർവാഹ എന്നാണ്. കീർവാഹ എന്നാണ് ഹീബ്രുവിൽ അത് കൊടുത്തിരിക്കുന്നത്. കീർവാഹ എന്ന് പറയുന്നതിൻ്റെ ട്രാൻസ്ലേഷനിലുള്ള അർത്ഥങ്ങളാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണ് കീർവാഹ്? ഒരു പയ്യൻ ഒരു പെങ്കൊച്ചിനെ കണ്ടെത്തി അവർ ഇഷ്ടത്തിലായി. ആ ഇഷ്ടത്തിൻ്റെ പേരാണ് കീർവാഹ്. ഭയങ്കര ഡീപ്ലി ലവായി കീർവാഹ് എന്ന വാക്കിലേക്കായി, ഇൻറ്റിമസിയിലായി. ഫോൺ വിളിക്കുമ്പോൾ ആ പെങ്കൊച്ച് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു സങ്കടം വന്ന രീതിയിലുള്ളൊരു സൗണ്ട് കേട്ടാൽ ഈ പയ്യനറിയാം അവളെന്തോ സങ്കടത്തിലാണ്. എങ്ങനെ അറിയുന്നു? ആരെയും പറഞ്ഞു കൊടുത്തോ? കണ്ടോ? ഈ പയ്യൻ എന്തെങ്കിലും സങ്കടത്തിൽപ്പെട്ടിട്ട് ഈ പയ്യൻ പറയുകയാണ്, എടി എനിക്കിപ്പോൾ വിളിക്കാൻ പറ്റത്തില്ല, ഞാനൊരു ഇതിലാണ് എന്ന് പറയുമ്പോൾ ഈ പെങ്കൊച്ചിന് പെട്ടെന്ന് ഫീലാവും, പെട്ടെന്ന് ഈ പെങ്കൊച്ചിന് മനസ്സിലാവും പുള്ളിക്കാരെന്തോ സങ്കടത്തിലാണ്. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കീർവാഹ്, ദ ലവ് ആൻഡ് കമ്പഷൻ ആൻഡ് ഇൻറ്റിമസി. ഈ ലവ് എന്ന് പറഞ്ഞൊരു ചരടാണ് രണ്ടുപേരും ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൂടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിനകത്തൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇവർ ഭാര്യയും ഭർത്താവും ആയിട്ടില്ല. ഇവർ തമ്മിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ പ്രേമത്തിലാണ്, പക്ഷേ ഈ സ്നേഹത്തിലാണ്. ഇവർ തമ്മിൽ അഫെക്ഷനിലാണ്. ഇവരെ കണക്ട് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് മാത്രമല്ല, ലവാണ്. ഈ ലവാണ് ഇവരെ തമ്മിൽ ഈ ലവ് ഇവിടെ നിന്നും അവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്തൊരു ലൈൻ പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവരുള്ള രണ്ടുപേരെയും കമ്മ്യൂണിക്കേഷൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും. പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടൊരു വാക്ക് പറഞ്ഞാൽ ഇപ്പുറത്തുള്ളവർക്ക് പെയിനാവും, ഇപ്പുറത്തുള്ളവൻ ദേഷ്യപ്പെട്ടാൽ അപ്പുറത്ത് പെയിനാവും. കാരണം ഇവരെ ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ ഇവരെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മീഡിയ എന്ന് പറയുന്ന ലവാണ്. ആ റിലേഷൻ എന്ന് പറയുന്ന ലവാണ്. അതാണ് കീർവാഹ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കിറാഫ് എന്ന് പറയുമ്പോൾ, കീർവാഹ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാണ്. എന്ന് പറയുമ്പോൾ ഈ വാക്ക് ഉത്ഭവിച്ചിരിക്കുന്ന എവിടെ നിന്ന് പഠിക്കണം? ഹൃദയത്തിൽ നിന്നാണ്. തമ്മിൽ മനസ്സിലാക്കുന്നു. ഞാൻ ആ വാക്കിനെയാണ് പറയുന്നത് എക്സ്പീരിയൻസ് വിത്ത് ഗാഡ്. നിങ്ങൾ മനസ്സിലാവാനാണ് ഞാൻ ആ ഒരു പെങ്കൊച്ചിൻ്റെ ഒരു പയ്യൻ്റെയും കാര്യം പറഞ്ഞത്. അവരിത്ര ഇൻറ്റിമസിയിലാണ്. എങ്ങനെയാണ്? ബൈബിൾ വായിച്ചുകൊണ്ടാണ്. ഈ പെങ്കൊച്ചിനെ കൊണ്ടുള്ള ലേഖനം വായിച്ചതുകൊണ്ടാണ്. ഈ പെങ്കൊച്ചിനെ കൊണ്ട് അല്ലെങ്കിൽ ഈ പയ്യൻ എഴുതി കൊടുത്ത ലെറ്റർ വായിച്ച് കാണും. പക്ഷേ ലെറ്റർ വായിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊന്നും നടക്കത്തില്ല. കാരണം ലെറ്റർ വായിച്ചപ്പോൾ പുള്ളിയുടെ മനസ്സിലിരിപ്പ് കിട്ടിയെന്നല്ലാതെ എങ്ങനെ ഈ ബന്ധം വന്നത്? അവർ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണോ? ആ പെങ്കൊച്ചെന്ന് പ്രാർത്ഥിക്കുക, പയ്യനെ ഓർത്ത് ദൈവത്തോടല്ല പയ്യന് വേണ്ടി പയ്യനായിട്ട് പ്രാർത്ഥിക്കുക, അതൊന്നുമല്ല. കിറാഹ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ആഴമാണ്. എന്താണ് ആഴം? എല്ലാ ദിവസവും കാണുന്നു, എല്ലാ ദിവസവും ഫോൺ വിളിക്കുന്നു,
എല്ലാ ദിവസവും സംസാരിക്കുന്നു, സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു. അവരുടെ എല്ലാ ചിന്തകളുടെ ഇടയിലും ഈ പെങ്കൊച്ചിൻ്റെ എല്ലാ ചിന്തകളുടെ ഇടയിൽ ആ പയ്യൻ എന്ത് ചെയ്യുന്നു? എന്താണ് ആ പയ്യനിപ്പോൾ എന്ത് ചെയ്യുന്നു? പയ്യൻ ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇങ്ങനെ ഒരു അഫക്ഷൻ ഇവരുടെ ഉള്ളിലുണ്ട്. ആ പയ്യൻ്റെ ചിന്ത എന്നറിയാമോ? അവളിപ്പോൾ എന്ത് ചെയ്യുന്നു? എന്താണ് ഇപ്പോൾ ആ കൊച്ചു ചെയ്യുന്നത്? എന്താണ് ഇപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും? ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ ഒരു ഡീപ്പായിട്ടുള്ളൊരു ഇൻറ്റിമസി അവരിലുണ്ട്. ആ പയ്യനൊരു പരീക്ഷയ്ക്ക് പോവുകയാണ്. ആ പരീക്ഷ എന്തായി? പരീക്ഷയുടെ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ പോകുന്നതിന് മുമ്പേയും പോയതിന് ശേഷം, പോകുന്ന ആ സമയവും പോയതിന് ശേഷം ഇടയിലുള്ള സമയത്ത് ടെൻഷനായിരിക്കും പുള്ളിക്കാരത്തേക്ക്. എന്തുകൊണ്ടാണ്? ആരെയും പറഞ്ഞു കൊടുത്താണോ? ഇവർ തമ്മിലുള്ള റിലേഷൻ ഹാർഡാകുന്നതാണ്. അത് പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല, ബൈബിൾ വായിച്ചെന്ന് പറഞ്ഞിട്ട് കിട്ടത്തില്ല, ഞാൻ ശുശ്രൂഷകനാണെന്ന് പറഞ്ഞ് കിട്ടത്തില്ല. ഒരു സഭയോടും ദൈവം അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശുശ്രൂഷകന്മാർ അവരോട് ഇൻറ്റിമസി കീർവാഹായിരിക്കണം. എങ്ങനെയാണ്? അവരുടെ മൊമെൻറ്റ്സ്, ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് ഒരു ശുശ്രൂഷകൻ്റെ കടമ. അവരുടെ ഹൃദയം ഒന്ന് വേദനിച്ചാൽ ഇവിടെ ഇരുന്ന് ഹൃദയം വേദനിക്കുകയും അവരൊരു പെയിനിൽ കൂടി കടന്നു പോകുമ്പോൾ ആ പെയിനിൽ കൂടി കടന്നു പോവുകയും നിങ്ങൾ ചെയ്തില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ശുശ്രൂഷനാകാൻ പറ്റത്തില്ല. കിർവാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം യേശുക്രിസ്തു ഒരിക്കൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഗ്ലിംസ് തന്നിട്ട് പോയിട്ടുണ്ട്. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനകത്ത് 17-ാമത്തെ അധ്യായം, ഞാൻ ഈ സ്ക്രീനിൽ അത് കൊടുത്തിട്ടുണ്ട്, 23-ാമത്തെ വാക്യത്തിൽ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനെന്ന് പറഞ്ഞിട്ട്, ഞാൻ അവരിലും നീ എന്നിലും അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടത് തന്നെ. എങ്ങനെയാണ്? ഞാൻ അവരിലും വേണം, നീ എന്നിൽ വേണം, അവർ ഐക്യത്തിൽ തികയണം. ഒരു റിലേഷനെ കുറിച്ച് പറയണം. ആ വാക്കിനെ ഞാൻ വേണമെങ്കിൽ കീർവാഹ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ ആ പെങ്കൊച്ചിരിക്കുന്ന വേറെ രാജ്യത്താണെങ്കിൽ അല്ലെങ്കിൽ വേറെ സ്ഥലത്താണെങ്കിലും, രണ്ട് സ്ഥലത്താണ്. പക്ഷേ ഇവരുടെ ഓരോ പ്രതിഫലനങ്ങളും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്ന ലവ് എന്ന് പറയുന്നൊരു മീഡിയയിൽ കൂടെയാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന മീഡിയയിൽ കൂടെയാണ്. അതുപോലെ കർത്താവ് പറയാണ്, ഈ പെങ്കൊച്ച് അവിടെ ഇരിക്കുമ്പോൾ ഈ പയ്യൻ്റെ ചിന്ത ആ കൊച്ച് എന്ത് ചെയ്യുമായിരിക്കും എന്ന് എപ്പോഴും ചിന്ത. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ദൈവഭക്തിയോടെ ഇരിപ്പിൻ, എപ്പോഴും ഏക ചിന്തയോടെ ഇരിപ്പിൻ. കാരണം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അയ്യോ എൻ്റെ കർത്താവ് എന്ത് ചിന്തിക്കും എന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു വിവാഹത്തിന് പോകുമ്പോൾ കർത്താവിനോട് ചോദിക്കാറുണ്ട്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തുവാണ് എന്നൊക്കെ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തോട് നിങ്ങൾ ആലോചന ചോദിക്കാറുണ്ടോ? ആദ്യം ഒന്നും തിരിച്ചിങ്ങോട്ട് റിപ്ലൈ കാണത്തില്ലെന്ന്. നിങ്ങൾ അങ്ങോട്ട് ഇൻറ്റിമസി ആകും തോറുവേ ആ റിലേഷൻഷിപ്പ് ഹാർഡാകത്തുള്ളൂ. ആദ്യമൊക്കെ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകത്തില്ല. നിങ്ങൾ ആദ്യം അങ്ങോട്ട് അയ്യോ എൻ്റെ ദൈവം എന്ത് ചിന്തിക്കും എന്ന് നിങ്ങൾ ഇന്നുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ഒരു തെറ്റ് ചെയ്താൽ, ഞാനൊരു ജഡത്തിൻ്റെ പ്രവൃത്തി ചെയ്താൽ, ആ പാപമൊന്നും ഞാൻ പറയത്തില്ല, ജഡത്തിൻ്റെ പ്രവൃത്തി ചെയ്താൽ എൻ്റെ ദൈവം എന്ത് ചിന്തിക്കും, എൻ്റെ കർത്താവ് എന്ത് ചിന്തിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നുവരെ? ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് വേണ്ടാത്തൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ കർത്താവ് എന്ത് ചിന്തിക്കും എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതാണ് റിലേഷൻഷിപ്പ്. അല്ലാതെ എത്ര കൈയടിച്ചെന്ന് വെച്ചോ, പാട്ട് പാടിയെന്ന് പറഞ്ഞോ, പള്ളിയിൽ പോയെന്ന് പറഞ്ഞോണ്ടോ നിനക്ക് ഒരു മാറ്റവും നിനക്ക് വരത്തില്ല. കാരണം നീ റിലേഷൻഷിപ്പിലല്ല, നീ ഔട്ടിലാണ്. കർത്താവ് യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവൻ ഏവനുമല്ല പിതാവിൻ്റെ ഇഷ്ടം. പിതാവിൻ്റെ ഇഷ്ടം എന്താണ്? ലവാണ്. ഈ കിർവാഹാണ്, ഈ ലവാണ്. കർത്താവെ അങ്ങേക്ക് ഇഷ്ടമാണോ? എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ വരുമ്പോൾ, ദൈവമേ അങ്ങ് എനിക്ക് നന്മ തന്നു, അങ്ങ് എന്ത് പറയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറയാം.
അസുഖം വരുമ്പോഴും ദാരിദ്ര്യം വരുമ്പോഴും കഷ്ടത വരുമ്പോഴും ഒക്കെ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവം എന്തിനീ ഗതിയെന്ന് എന്നെങ്കിലും ഒരിക്കൽ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് വലിയൊരു ഡിബേറ്റ് ഞാൻ കണ്ടു. വയനാട് ഒരു ബഹളം നടന്നു എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തം നടന്നു. ഞാൻ ഇവരെ ബഹളമെന്ന് പറഞ്ഞത് ഇവരുടെ ഈ ചർച്ചയാണ്. വലിയൊരു ദുരന്തം നടന്നു, ഒത്തിരി പേർ മരിച്ചു, പാവപ്പെട്ട ഒത്തിരി പേർ മരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡിബേറ്റ് ഇവരെന്ന് ചെയ്യുവാണ്, ദൈവം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. ദൈവം കൊടുത്ത ശ്വാസം എടുത്തിട്ടാണ് ഇവർ ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് പ്രസംഗിക്കുന്നത്. ദൈവം കൊടുത്ത ആഹാരം വെള്ളം കുടിച്ചിട്ടാണ് ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ മൃഗങ്ങൾ മരിച്ചു എന്നും ദൈവം ഇല്ല എന്നും അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, അവരുടെ ഇടയിലുള്ള ഒരുപാട് പേര് വാദിക്കുന്നുണ്ട്, ഇവരുടെ ഇടയിലുള്ള മതത്തിനകത്തുള്ള ദൈവം ഇല്ല എന്ന് ഞാൻ 100% പറയാം. ഇവരുടെ മതത്തിനകത്തുള്ള ദൈവം ഇല്ല, പിന്നെ എവിടാ ദൈവം? ദൈവമാണോ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത്? ഞാൻ ഇവരോടൊരു ചോദ്യം ചോദിക്കാം, ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഉത്തരം പറയാം. ഒരു എലി ഓടുകയാണ്, പൂച്ചയെ പേടിച്ചാണ് ഓടുന്നത്. എലി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എൻ്റെ ജീവനെ രക്ഷിക്കണമെന്ന്. ഈ പൂച്ച പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് ആഹാരം തരണമെന്ന്. ദൈവം രണ്ടുപേരും കൂടെ ചെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നെന്ന് വെച്ചു. ദൈവം ആരുടെ വാക്ക് കേൾക്കും? നിങ്ങൾ പറ. അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഈ ഭൂമിക്കകത്തൊരു സിസ്റ്റമുണ്ട്. ഈ പ്രപഞ്ചത്തെ ദൈവം ഒരു സിസ്റ്റത്തിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിൽ ഒരു സിസ്റ്റമുണ്ട്. അതിന് പുറത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, അകത്തും ചെയ്യാൻ പറ്റത്തില്ല. ഒരു സിസ്റ്റം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ പ്രപഞ്ചത്തിലൊരു സിസ്റ്റമുണ്ട്. നദികൾ ഒഴുകുന്ന വഴികൾ, കുന്നുകളുടെ കീഴിൽ, ഇവിടെയൊന്നും നിങ്ങൾ ഈ ബൈബിളിനകത്ത് ന്യായപ്രമാണത്തിനകത്ത് പുറപ്പാട് പുസ്തകത്തിൽ ഫറവോൻ്റെ കീഴിലിരുന്ന ജനത്തെ, അടിമത്തത്തിലിരുന്ന ജനത്തെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ദൈവം അവരോട് കുറേ കൽപ്പനകൾ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൽപ്പന കൊടുത്തത്? പന്നിയെ തിന്നരുത്, മുയലിനെ തിന്നരുത്, വേണ്ടായി പഴം തിന്നരുത്, ഇങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. ഇവർ സാംക്രമിക രോഗികളായി മാറി മറ്റുള്ളവർക്ക് നാശമാകാതിരിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഇവർക്കും രോഗം വരരുത്, ഇവർ മറ്റുള്ളവർക്ക് പരത്തുകയും ചെയ്യരുത്. കോളറ വരുന്ന സമയത്ത് കോളറ വന്നത് എന്തുകൊണ്ടാണെന്ന് അവിടെ ചരിത്ര പഠനങ്ങൾ നിങ്ങൾ നോക്കിയാൽ അറിയും. അതൊരു മഹാവ്യാധിയാണ്. ദൈവമല്ല ഇതൊക്കെ ചെയ്യുന്നത്. ദൈവം ഇവരെ രക്ഷിക്കാനേ നോക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവം ഇല്ലെന്ന് പറയാൻ പറ്റും? ഇവർ പറയണ ദൈവമില്ല. ദൈവം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മനുഷ്യൻ കുരങ്ങിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ വാലൊന്ന് കാണിച്ചു തന്നാണ്. കുരങ്ങിയെന്നാണ് വന്നെങ്കിൽ. ചിലവന്മാർക്ക് 2 വാലുണ്ട്, തലയുടെ മുകളിലും ബാക്കിലും ഉണ്ട്. ചിലർക്ക് നാക്ക് വാലായിട്ടാണ് മാറുന്നത്, ബാക്കിലും വാലുണ്ട്. ഞാൻ പറഞ്ഞു ഇതാണെന്നല്ല, ഈ ദൈവമില്ല എന്ന് പറയുന്നവർ ആദ്യം ഒരു കാര്യം ചിന്തിക്കണം. ദൈവമല്ല ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. പിന്നെ എന്തുകൊണ്ട് ഈ ആൾക്കാരെ എല്ലാം രക്ഷിച്ചുകൂടെ? എന്തുകൊണ്ട് മരിച്ചു? സുനാമി വന്നപ്പോൾ ഇത്രയും ആൾക്കാർ മരിച്ചു. സുനാമി ഞാൻ ചോദിക്കട്ടെ, ഈ മൃഗങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടാറുണ്ട്, അവർ ആ സ്ഥലം വിട്ട് പോകാറുണ്ട്. നിങ്ങളെന്തുകൊണ്ടാണ് പോകാത്തത്? സുനാമി വന്നപ്പോൾ വരുന്ന ആ സമയത്ത് എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് കടലാണ്. സുനാമി വന്ന സമയത്ത് ഇതിൻ്റെ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അളവിൽ എല്ലാവരോടും പോലീസ് വിളിച്ചു പറഞ്ഞിട്ട് പോയി, നിങ്ങളിവിടെ നിന്നല്ല ഒഴിഞ്ഞു പോകണം, തിരമാല ശക്തമായിട്ട് വരുന്നത് ജീപ്പിൽ അനൗൺസ് ചെയ്തുകൊണ്ട് പോയി. കടലൊരിടത്ത് ഉണ്ടായിരുന്നവർ പോലും അവിടെ നിന്ന് മാറിയില്ല. അതറിയാമോ? അവർക്ക് അവരുടെ വീടാണ് വലുത്. മരിച്ചാലും ഞങ്ങളിവിടെ കിടക്കുമെന്ന് പറഞ്ഞവർ പലരും പോയി, വെള്ളം എടുത്തുകൊണ്ട് പോയി. എൻ്റെ വീടിൻ്റെ പിറകു സൈഡിലാണ് കടൽ. ഒരിക്കലും ഒരു 1.5 കിലോമീറ്റർ പോലും വരത്തില്ല അങ്ങോട്ട്, കടലാണ്. അത് കഴിഞ്ഞ് റെയിൽവേ ക്രോസ്, അത് കഴിഞ്ഞ് എൻ്റെ വീട്, അത് കഴിഞ്ഞാണ് അപ്പുറത്ത് ഹൈവേ വരുന്നത്. എൻ്റെ ബാക്കിലാണ് ISR VSSC ഒക്കെ ഉള്ളത്. എന്തുകൊണ്ടത് ഞാൻ ചോദിക്കട്ടെ, മനുഷ്യന് പാർക്കാൻ ദൈവം ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതിനെ അതിക്രമിച്ച് വേറൊരു സ്ഥലത്ത് വരുമ്പോൾ അവിടെ എന്തെങ്കിലും ദുരന്തം വരുമ്പോൾ ദൈവം ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പറയാൻ പറ്റും? ഒരിക്കലുമില്ല.
പ്രപഞ്ചത്തിനകത്തൊരു സിസ്റ്റം ദൈവം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തെ മനുഷ്യൻ കാട് മൊത്തം വെട്ടിത്തെളിക്കുന്നു. ഞാൻ ഇന്നലെ ഒരു പെരുമാതുറയിൽ നമ്മുടെ ഒരു വലിയൊരു ഒരു ഹബ്ബാണ്, ഒരു ടൂറിസ്റ്റ് ഹബ്ബാണ്. അവിടെ പോയി അവിടെ കുറേ പാറകൾ വെട്ടി കൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഈ പാറ വേറൊരു സ്ഥലത്ത് എക്കോ ബാലൻസ് ചെയ്യാൻ വെച്ചിരുന്ന പാറകളെ മൊത്തം വെട്ടി കടലിൻ്റെ ഓരത്ത് കൊണ്ടിട്ടിരിക്കുകയാണ്. വെള്ളം കയറാതിരിക്കുക നല്ല കാര്യമാണ്, പക്ഷേ അത് ബാലൻസ് തെറ്റിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ബാലൻസ് തെറ്റിക്കുകയാണ്. ദൈവം ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പോസിറ്റീവായിട്ടുള്ള എനർജിയായ ദൈവം ഈ ഭൂമിയിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ഈ ഭൂമി കാണത്തില്ല. ഒരു ചെടിയെ വെട്ടിയാൽ ആ ഇല വീണ്ടും കിളിർത്ത് വരുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഇന്നും ആ ചെടി അനുസരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് നിർത്തുകയാണ് എക്സ്പീരിയൻസ്, കാരണം ഇതിങ്ങനെ പോയാൽ പൊയ്ക്കൊണ്ടേയിരിക്കും. എക്സ്പീരിയൻസ് വിത്ത് ഗോഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവത്തെ രുചിച്ചറിയുന്ന പൊസിഷനാണ്. നമ്മൾ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് രാത്രി വരെയും നമ്മുടെ ഈ ചെറിയ ജീവിതം 40 വയസ്സ് 50 വയസ്സ് വരെയുള്ള ജീവിതം, അതിൽ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ അവർ ഭാഗ്യവാനെന്നേ പറയത്തുള്ളൂ. ഈ ചെറിയ ജീവിതത്തിൽ അവർ യാത്ര ചെയ്യുമ്പോൾ ഈ ഓരോ സെക്കൻഡുകളിലും എൻ്റെ പ്രാണനായ ദൈവത്തിൻ്റെ കുറിച്ചുള്ള ചിന്ത ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ അവരിലും എന്ന വേർഡ് കൊടുത്തിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിനകത്ത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ 27-ാം അധ്യായത്തിനകത്ത് കൊടുത്തിരിക്കുന്ന വാക്യം ഞാൻ അവരിൽ എപ്പോൾ ഉണ്ടാകണം? കഷ്ടം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, വേദന വരുമ്പോൾ, സങ്കടം വരുമ്പോഴല്ല ഞാൻ അവരിൽ വരേണ്ടത്. ഞാൻ അവരിലുണ്ടെന്ന് എപ്പോഴും അവർ എന്നെക്കുറിച്ച് തിങ്ക് ചെയ്യണം. അതാണ് ദൈവവുമായിട്ടുള്ള ലവിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും നമ്മുടെ യാത്രകളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും ദൈവത്തെക്കുറിച്ച്, നമ്മുടെ അകത്ത് വ്യാപരിച്ചിരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ചും, നമ്മുടെ അകത്ത് വ്യാപരിച്ചിരിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ തേജസ് നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചും നിങ്ങളെപ്പോഴും വളരെ വിജിലൻ്റ് ആയിരിക്കണം. ചോദിക്കണം, കർത്താവേ ശരിയാണോ? ദൈവം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങളുടെ ആ ഇൻറ്റിമസി ഒരു ശീലമായി മാറും. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കും. പിന്നെ ഒരു പാസ്റ്ററിൻ്റെയോ ഒരാളുടെ ആവശ്യം നിങ്ങൾക്കില്ല. ഇത് പല സഭകളും പഠിപ്പിച്ചു കൊടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് നഷ്ടപ്പെട്ടു പോകും. സാമ്പത്തികം അധ്വാനിച്ച് ജോലി ചെയ്തിട്ട് കർത്താവുമായിട്ട് ഇഴുകിച്ചേരാൻ നോക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ ആൾക്കാരുടെ കൂടെ ഒക്കെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ നാവ് കൊണ്ട് സംസാരിക്കുന്നത് വരെ നിങ്ങളുടെ പ്രാണനാഥനെ വിഷമിപ്പിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാൻ. ആ കമ്മ്യൂണിക്കേഷൻ, ആ കിർവാഹിന്, ആ ഒരു ലവ് മീഡിയക്കകത്ത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ മുറിപ്പെടുത്താൻ പാടില്ല. അതാണ് നിയമം. അതൊരു നിയമമാണ്, അതൊരു ലോയാണ്. ഈ കാമുകന്മാരുടെ ഇൻറ്റിമസിയിനകത്തുള്ള ലോയാണ്. തമ്മിൽ മുറിപ്പെടുത്തിയാൽ ഒരാളിൽ നിന്ന് ഒരാളുടെ പകരുന്ന ചെറിയ കാര്യം പോലും അവരെ സങ്കടപ്പെടുത്തുമെന്നുള്ളത് അതിനകത്തുള്ള ഒരു ലോയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കാനും റൂം അടച്ചെന്ന് പിച്ചുമ്പേയും പറയുന്നതല്ല യഥാർത്ഥ എക്സ്പീരിയൻസ് വിത്ത് ഗോഡ്. ഇത് ഞാൻ എൻ്റെ ഒരു ഭാഗം എടുത്തതേ ഉള്ളൂ. എക്സ്പീരിയൻസ് വിത്ത് ഗോഡ് എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധമാണ്. അത് പ്രാർത്ഥിച്ചത് കൊണ്ടോ കുറേ നേരം മാറിയിരുന്നത് കൊണ്ടോ ഒന്നും കിട്ടത്തില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ ശീലമായി ഉരുവായി വരേണ്ടതാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കുന്നു. ആരാ നിങ്ങളെ പല്ല് തേപ്പിക്കുന്നത്? നിങ്ങൾ ശീലിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ശീലമാക്കി മാറ്റണം. നിങ്ങളുടെ ലൈഫിൻ്റെ ഫുള്ളിലും ശീലമാക്കി മാറ്റുമ്പോൾ നിങ്ങൾ ഓൾറെഡി ആ ഇൻറ്റിമസിയിനകത്ത് കടന്നു കഴിഞ്ഞു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ബാക്കിയുള്ള തുടർമാനം നമുക്ക് സമയം കിട്ടുമ്പോൾ ബാക്കി ലൈവ് എടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.